ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു. ഇന്ന് നമുക്കൊരു ഈസി ആയിട്ട് പാസ്ത ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആവശ്യത്തിന് ചിക്കൻ എടുത്ത് കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജീസൊക്കെ നമുക്ക് എടുക്കാം. അപ്പം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യാം. മെൽറ്റായി വന്ന ബട്ടറിലേക്ക് ഒരു വെളുത്തുള്ളി അരിഞ്ഞതും 3 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് സോൾട്ട് ചെയ്യാം. ഇത് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ഇട്ട് വഴറ്റാം. ഇത് വഴന്നു വരുന്ന സമയത്തിന് നമുക്ക് പാസ്തയും കൂടി ഹാഫ് ബോയിൽ ചെയ്ത് വെക്കണം. സവാള അപ്പോഴത്തേക്കും വഴന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത ചിക്കനും ഒപ്പം ഒരു 2 പിടി കസ്തൂരി മേത്തിയും അതോടൊപ്പം തന്നെ കുരുമുളക്, ഉപ്പ്, ഇച്ചിരി ഒറിഗാനോ ഇട്ടുകൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഒപ്പം ക്യാപ്സിക്കവും ഇടാം. ഇത് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് എടുത്തത്. അത് കുറച്ച് എൻ്റെ ബേബി കളഞ്ഞിട്ടുമുണ്ട്. ആ ബാക്കി പാൽ അതിലൊഴിച്ചു. ഒപ്പം 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഹാഫ് ബോയിൽ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന മാക്രോണിയും കൂടി ഇട്ട് കൊടുക്കാം. ഒപ്പം നല്ല ജൂലിയറ്റായിട്ട് കട്ട് ചെയ്തെടുത്ത ക്യാരറ്റും മല്ലിയിലയും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളെ സഹായത്തിനെത്തിയ ആളാണ്. ആളുടെ ഫേവറേറ്റ് ഡിഷാണ് പാസ്ത. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം.